പ്രേക്ഷകർക്ക് നമസ്കാരം. എം.എ. ബേബി, ജോൺ ബ്രിട്ടാസ്, ബി ഗോപകുമാർ ഇവർ സംസാരിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ എം.എ. ബേബി എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ, പ്രസിഡന്റ് ശ്രീ ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം വന്നിട്ട് പറയുകയാണ് ഇങ്ങനൊരു ഡീലുണ്ട് ബി ജെ പിയെയും RSSനെയും നേരിട്ടുകൊണ്ട് കേരളത്തിൽ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെയാണിത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ആ കത്തിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ എം.എ. ബേബിക്കും കൂട്ടർക്കൊന്നും നാണമില്ലേ? രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയിട്ട് പിണറായി വിജയനെ പഞ്ഞിക്കിട്ടതല്ലേ? തലങ്ങും വിലങ്ങും പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെ നന്നായിട്ട് മണ്ടക്ക് തന്നെ കൊട്ടിയല്ലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണം. ഇപ്പോഴും കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് കത്തും കൊടുത്ത് നടക്കുക. ഞങ്ങളും അതിലേക്ക് വരും, ഈ ഒരു കത്തുണ്ട് എന്നിട്ട് ഉളുപ്പില്ലാതെ കള്ളത്തരം പറഞ്ഞത് നിങ്ങൾ കേട്ടോ. കേരളത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ നിരവധി സഖാക്കന്മാർ രക്തസാക്ഷിത്വം വഹിച്ച് ഉളുപ്പില്ലേ? ഈ ജാതി കള്ളത്തരം വിളിച്ചു പറയാൻ TP ചന്ദ്രശേഖർ, അതേപോലെ തന്നെ ഈ ഷുഹൈബ്, കൃപേഷ് ലാല്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആളുകള് ഇവിടെ കൊല്ലപ്പെട്ടത് ആരാലാണ്? ഇവരൊക്കെ തന്നെ കൊല്ലപ്പെട്ടത് പാർട്ടിയെ വളർത്താൻ അല്ലായിരുന്നോ? ആരാണിത്? ഇവരൊക്കെ എന്താണ് ചെയ്തത് എന്നൊക്കെ കേരള ജനതയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഈ രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ കണക്കൊന്നും അധികം പറയിപ്പിക്കരുത്. അത് BJP RSS ഇവിടെ മതേതരത്വം എന്നൊക്കെ പറയാൻ നാണമില്ലേ? ശരി, ജോൺ ബ്രിട്ടാസ് എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു. കോൺഗ്രസിന്റെ നിലപാട് സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട്. എന്താ കാരണം? അതായത് ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി, ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി, ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യ ബ്ലോക്കിന്റെ ഒരുമയും ഐക്യവും തകർക്കുവാണ്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളും ഭിന്ന ധ്രുവങ്ങളിലാണ്. അത് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ എന്തൊക്കെ പറയാൻ പറ്റുമോ അത്രയൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിലും പുറത്തും. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ നേതാക്കൾ മാത്രമല്ല, ഞങ്ങളുടെ പിൻബലവും പിന്തുണയും കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ നേതൃത്വം അലങ്കരിക്കുന്നവരാണ്, പ്രതിപക്ഷ നേതാക്കളാണ്. കല്ല് വച്ച നുണ വന്ന് എഴുന്നള്ളിക്കുന്നു എന്തെങ്കിലും ഈ പറയുന്ന പരിമിതമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി. ഇതിന്റെ പ്രയോജനം ആർക്കാണ്? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJPയെ നേരിടുന്നതിലോ BJPയുമായി പോരടിക്കുന്നതിലോ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും ഇടതുപക്ഷ പാർട്ടിക്കില്ല, CPM-നും ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങക്കാണ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് വീണ്ടും കോൺഗ്രസിന്റെ പിന്നാലെ ഡൽഹിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഇതൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കല്ല, ബോധമുള്ള CPM-കാരിപ്പോ എടുത്ത് ചോദിക്കുക. എന്തിനാണ്? കേരളത്തിൽ കോൺഗ്രസ് ആണ് നിങ്ങളെ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ രാഹുൽ ഗാന്ധിയാണ് പിണറായി വിജയനെ അപമാനിച്ച്, വളരെ വലിയ രീതിയിൽ അപമാനിച്ചിട്ടുള്ളത്. ആ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരാൻ വേണ്ടിയിട്ട് ജോൺ ബ്രിട്ടാസിനും M.A. ബേബിക്കൊക്കെ കത്തുകൊടുത്തും അവരോട് ഈ സങ്കടം പറഞ്ഞൊക്കെ അവരുടെ പിന്നാലെ പോവാൻ നിങ്ങൾക്ക് ഉളുപ്പില്ല എന്നാണ് കേരളത്തിലെ ബോധമുള്ള CPM-ന്റെ ഓരോ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നാണല്ലേ? രാഹുൽ ഗാന്ധി കാരനല്ലേ നിങ്ങളിവിടെ 8 നിലയിൽ പൊട്ടിയത്? രാഹുൽ ഗാന്ധിയല്ലേ നിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പ്രചരണം നടത്തിയത്? എന്നിട്ട് ഉളുപ്പില്ലാതെ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാവാനാണ് ഇപ്പോ CPM നിലവിളിച്ച് നടക്കുക. കത്ത് കൊടുക്കുന്നു, ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, എന്നിട്ട് ഇരവാദം, എന്നിട്ട് ഉളുപ്പില്ലാതെ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിയ പ്രശ്നമല്ല. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയണം. ഞങ്ങൾ കേരളത്തിൽ കീരിയും പാമ്പുമാണ്. ഞങ്ങൾ ഡൽഹിയിലെത്തിയാൽ ഞങ്ങൾ തോളോട് തോള് ചേർന്ന് കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവും. ഇത് കേരള ജനത തിരിച്ചറിയാ. ഇത്രയും കാലം കേരള ജനതയെ ഇടതുപക്ഷവും കോൺഗ്രസും വഞ്ചിച്ചതായിരുന്നു. ഒരാളെ മാറ്റി മറ്റൊരാൾ വരുമ്പോ ഇതിങ്ങനെ മാറി 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 വരികയല്ലേ? ഇവര് ഒരുമിച്ച് കട്ടുമുടിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് ബി ഗോപകുമാർ കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. നിങ്ങളതൊന്ന് കേട്ടോക്കൂ. ഇതാ നമ്മളത് പരിശോധിച്ച് നോക്കുമ്പോൾ കിഫ്ബിയുടെ കടമെന്ന് പൊതുകടം വേറെ. അപ്പൊ അത്രമാത്രം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്
തുടർച്ചയായിട്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അശാസ്ത്രീയമായ സാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ നടത്തി ഇവിടുത്തെ നടത്തേണ്ടിയിരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കിയാണ് ചെയ്തത്. ഇന്ന് മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞു, ഭാരതത്തിൽ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പൊതുകടമുള്ള സംസ്ഥാനം കേരളമാണ്. ആര് ഉത്തരവാദി? ഇവർ രണ്ടുപേരുമല്ലേ നാളെ വരെ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ ഗവൺമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായി ഈ സംസ്ഥാനം ഭരിച്ച ഇടതു വലതു മുന്നണികളാണ് മറുപടി പറയേണ്ടത്. അതിനു പകരം കേന്ദ്ര വിരുദ്ധ നിലപാട്, പ്രധാനമന്ത്രി വിരുദ്ധ നിലപാട്, ഇതാണ് ഇവർ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ, കബളിപ്പിക്കാൻ തുടർച്ചയായി നടത്തുന്ന പ്രചരണം. ഈ പ്രചരണത്തിനെതിരെയുള്ള ശബ്ദം ഞങ്ങൾ 3 പേർ കേരള നിയമസഭയിലെ യഥാർത്ഥ പ്രതിപക്ഷമാണെന്ന് ഈ നിയമസഭാ സമ്മേളന വേദിയിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാൻ തന്നെയാണ് ഇന്ന് മാധ്യമ സുഹൃത്തുക്കളെ കൂടി സഹായം തേടിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങൾ 3 പേർ, ഞങ്ങൾ 3 BJP MLA-മാരാണ് യഥാർത്ഥ പ്രതിപക്ഷം. കേരളത്തെ കട്ടമുടിച്ചിട്ടുള്ളത്, കേരളത്തിലെ സകല പ്രതിസന്ധികൾക്കും കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതും വലതുമാണ്. ഇവർ നമ്മുടെ നാടിനെ കട്ട നശിപ്പിച്ചോ, കൊള്ളയടിച്ചോ. കൃത്യമായിട്ട് BJP MLA BB ഗോപകുമാർ എടുത്ത് പറയാ, ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം, ഞങ്ങളാണ് കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട്, കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ഇടതും വലതും കേരളം കാട്ടമുടിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇത് കൃത്യമായി ജോൺ ബ്രിട്ടാസ് പറയുന്നത്. MA ബേബി ഒക്കെ പറയുന്നത് കേട്ടാൽ വളരെ വ്യക്തമല്ലേ? അവർ കോൺഗ്രസിന്റെ മുന്നണിയിൽ കയറാൻ വേണ്ടിയിട്ട് അതിൽ നിന്നിട്ട് അവർക്ക് ഇത്തരം വിഷമമുണ്ട്, ഇത്തരം സങ്കടമുണ്ട്. അങ്ങനെയുള്ള ഓരോ സംഘടനകളൊക്കെ മാധ്യമങ്ങളോട് പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തോ, ഞങ്ങൾ രാഹുൽ ഗാന്ധി അങ്ങനെ പറയരുതായിരുന്നു, ഞങ്ങൾ മല്ലികാർജുൻ ഖാർഗെ അത് ചെയ്യരുതായിരുന്നു. യജാതി ഇതിലും അപ്പുറം ഒരു ഗതികേട് CPM-ന് ഇനി വരാനുണ്ടോ? നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? ആകെ കേരളത്തിലാണ് നിങ്ങളുള്ളത്. ആ കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെയാ നിങ്ങൾക്കെതിരെ പറഞ്ഞത്, അതൊക്കെയും കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ നാണമില്ലാതെ ഡൽഹിയിൽ പോയിട്ട് വീണ്ടും ആ മുന്നണി മീറ്റിങ്ങിലും ആ സകലത്തിലുമൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത്? നിങ്ങളൊന്നുമില്ലെങ്കിലും ആ DMK എങ്കിലും കണ്ടു പഠിക്കണം. അവർ കൃത്യമായിട്ട് വിയോജിപ്പെങ്കിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധി അജാതി പരാജയ. രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിലുള്ള മമതാ ബാനർജിയുടെ മണ്ടക്കടിക്കുന്നു. ഏത് സമയത്ത്? വളരെ വ്യക്തമാണ്. ബംഗാളിൽ ഇലക്ഷൻ നടന്ന സമയത്ത് ആകെ ബംഗാളിലാണ് മമതയുള്ളത്. ആ മമതയെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിൽ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ട്. ഇനി തമിഴ്നാട്ടില് DMK-ക്കും കൊടുത്തു നല്ല ചൂട്ട മറുപടി. DMK-യും വഞ്ചിച്ചു. പറയുന്ന രാഹുൽ ഗാന്ധി DMK-യും തേച്ചു. അതായത് മുന്നണിയിലുള്ള സകലർക്കും ഇട്ട് പണി കൊടുക്കുന്ന, രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയിൽ, ആ മുന്നണി ഈ രാജ്യത്തൊക്കെ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതാ വളരെ വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ആളുകളും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു ഭരണകൂടം ഉണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. സകല മലയാളികളും തിരിച്ചറിയാ. ജോൺ ബ്രിട്ടാസും MA ബേബിയൊക്കെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ വാലാട്ടികളാണ്, കോൺഗ്രസിന്റെ ഒപ്പമാണ്. CPM-ഉം കോൺഗ്രസും ഡൽഹിയിൽ എത്തിയാൽ തോളോട് തോള് ചേർന്ന് കെട്ടിപ്പിടിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ വെറുതെ കേരളത്തിൽ അഭിനയിക്കുകയാണ്, ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കേരളത്തിൽ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് കട്ടുമുടിച്ചതിന്റെ കണക്ക് പുറത്തു വരാതിരിക്കാനാണ് ഇവർ കൂട്ടായിട്ട് തന്നെ ഡൽഹിയിൽ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അല്ലേ ബോധമുള്ള സകല ആളുകളും ചിന്തിക്കേണ്ടത്.